വിശദമായ വാർത്തകൾ നോക്കാം. മുൻ പ്രധാനമന്ത്രിമാരായ ചൌധരി ചരൺ സിംഗിനും PV നരസിംഹറാവുവിനും ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനും ഭാരതരത്ന, LK അദ്വാനിക്കും കർപ്പൂരി ഠാക്കൂറിനും പുരസ്കാരം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് 3 പേർക്ക് കൂടി പരമോന്നത സിവിലിയൻ ബഹുമതി. ചരൺ സിംഗിന് ലഭിക്കുന്ന വലിയ ആദരവാണ് ഭാരതരത്നയെന്ന് RLD നേതാവ് ജയന്ത് ചൌധരി പറഞ്ഞു. RLD ഇന്നാണ് NDAയുടെ ഭാഗമായത്. സന്തോഷം പങ്കുവച്ച് ഡോക്ടർ MS സ്വാമിനാഥന്റെ മകൾ ഡോക്ടർ സൗമ്യ സ്വാമിനാഥനും പ്രതികരിച്ചു. മരണാനന്തര ബഹുമതിയായി ചൌധരി ചരൺ സിംഗ്, PV നരസിംഹറാവു, MS സ്വാമിനാഥൻ എന്നിവർക്ക് ഭാരതരത്ന സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എക്സിലൂടെ അറിയിച്ചത്. ഉത്തർപ്രദേശിലെ മീററ്റ് ജില്ലയിലെ നൂർപൂരിൽ 1902 ജനിച്ച ചരൺ സിംഗ് 1979 ജൂലൈ 28 മുതൽ 1980 ജാനുവരി 14 വരെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വഹിച്ചത്. ജനതാ പാർട്ടിയുടെ നേതാവായിരുന്നു അന്ന്. കോൺഗ്രസ് നേതാവായിരുന്ന PV നരസിംഹറാവു 1991 ജൂൺ 21 മുതൽ 1996 മെയ് 16 വരെ പ്രധാനമന്ത്രിയായിരുന്നു. അക്കാലത്താണ് രാജ്യം സാമ്പത്തിക ഉദാരവത്കരണത്തിലേക്ക് കടന്നത്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥന് ഭാരതരത്ന ലഭിച്ചതിൽ മകൾ ഡോക്ടർ സൗമ്യ വിശ്വനാഥൻ സന്തോഷം പങ്കുവച്ചു. So naturally I feel very proud and very happy that my father's work has been recognized by the highest civilian honor in India. Bharat Ratna is the highest honor that you can give. ചരൺ സിംഗിന്റെ മകൻ അജിത് സിംഗ് രൂപീകരിച്ച രാഷ്ട്രീയ ലോക്ദൾ NDAയുടെ ഭാഗമാകും എന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് ഭാരത് രത്ന പ്രഖ്യാപനം. ചരൺ സിംഗിനെ ഇഷ്ടപ്പെടുന്നവരുടെ ഹൃദയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീഴടക്കിയെന്ന് RLD അധ്യക്ഷനും അജിത് സിംഗിന്റെ മകനുമായ ജയന്ത് ചൌധരി പ്രതികരിച്ചു. 5 പേർക്കാണ് ഈ വർഷം ഭാരത് രത്ന പ്രഖ്യാപിച്ചത്. ജാനുവരി 23 സോഷ്യലിസ്റ്റ് നേതാവും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ കർപ്പൂരി ഠാക്കൂറിനും ഫെബ്രുവരി 3 BJPയുടെ മുതിർന്ന നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനിക്കും ഭാരത് രത്ന പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് 24. ചോദ്യങ്ങളുമായി കേന്ദ്ര ധനമന്ത്രി. രാജ്യത്തിന്റെ സാമ്പത്തിക കാര്യത്തിൽ മുൻപുണ്ടായ വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ധവളപത്രമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ AK ആന്റണി മന്ത്രാലയത്തിന്റെ ആവശ്യങ്ങൾക്ക് പണമില്ലെന്ന് പറഞ്ഞതിനെ നിർമ്മലാ സീതാരാമൻ സഭയിൽ ആയുധമാക്കി. എന്തുകൊണ്ടാണ് AK ആന്റണിയുടെ മകൻ BJPയിൽ ചേർന്നതെന്ന് ചിന്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു. NK പ്രേമചന്ദ്രൻ അവതരിപ്പിച്ച നിരാകരണ പ്രമേയം തള്ളിയ ലോക്സഭ ധവളപത്രം അംഗീകരിച്ചു. There was no construction of roads, airfields, nothing in the border areas. Unquote. ये किसने कहा सर? तब की डिफेंस मिनिस्टर, तब की रक्षा मंत्री AK एंटनी जी. ओके सर उनके बेटे हमारे पास है कि नहीं है वो मतलब नहीं है. रिकॉर्ड में डिफेंस मिनिस्टर का स्टेटमेंट पढ़ रही हूँ. AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ ഖജനാവ് കാലിയായതുകൊണ്ട് ശത്രുവിനെ എങ്ങനെയെങ്കിലും നേരിടാൻ പറഞ്ഞ കാലം കോൺഗ്രസ് ഓർക്കുന്നുണ്ടോ എന്ന് നിർമ്മലാ സീതാരാമൻ. ആന്റണിയുടെ മകൻ എന്തുകൊണ്ട് BJPയിൽ ചേർന്നുവെന്ന് ആലോചിക്കണമെന്നും മന്ത്രി പറഞ്ഞു. UPA ഭരണകാലത്ത് സ്വന്തം പാർട്ടിയുടെ ബിൽ വലിച്ചുകീറിയ ആളെ നേതാവായി അംഗീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനെയുള്ള കോൺഗ്രസിന് ധവളപത്രം ഇപ്പോൾ അവതരിപ്പിച്ചതിനെ എങ്ങനെ രാഷ്ട്രീയമായി ചോദ്യം ചെയ്യാൻ കഴിയുമെന്നും നിർമ്മലാ സീതാരാമൻ ചോദിച്ചു. ധവളപത്രം പാർലമെന്ററി ജനാധിപത്യത്തിന് വിരുദ്ധമാണെന്ന് നിരാകരണ പ്രമേയം അവതരിപ്പിച്ച NK പ്രേമചന്ദ്രൻ MP ആരോപിച്ചു. UPA സർക്കാരിന്റെയും NDA സർക്കാരിന്റെയും കാലത്തെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യുന്ന ധവളപത്രം ലോക്സഭ അംഗീകരിച്ചു. പാർലമെന്റ് ബജറ്റ് സമ്മേളനം നാളെ അവസാനിക്കും. 24 ഡൽഹി. RLD NDAയിൽ ഇന്ത്യ സഖ്യത്തിന് വീണ്ടും തിരിച്ചടി. ബീഹാറിലെ JDUവിനെ പിന്നാലെ ഉത്തർപ്രദേശിലെ RLDയും സഖ്യം വിട്ട് NDAയിൽ ചേർന്നു. 2 ലോക്സഭാ സീറ്റുകളും 1 രാജ്യസഭാ സീറ്റും RLDക്ക് BJP നൽകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യ സഖ്യത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് RLDയുടെ കൊഴിഞ്ഞുപോക്ക്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ജാട്ട് വിഭാഗങ്ങൾക്കിടയിൽ നിർണായക സ്വാധീനമുള്ള പാർട്ടിയാണ് കർഷകരുടെ മിഷിഹ എന്ന വിളിപ്പേരുള്ള മുൻ പ്രധാനമന്ത്രി ചൌധരി ചരൺ സിംഗിന്റെ പാരമ്പര്യമുള്ള RLD. കർഷക സമരത്തിലടക്കം പ്രതിപക്ഷ നിരയിൽ ഉറച്ചുനിന്ന RLDക്ക് 7 സീറ്റുകളാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി സമാജ്വാദി പാർട്ടി നൽകിയത്. ഇതിന് പിന്നാലെ BJP നടത്തിയ പിൻവാതിൽ ചർച്ചകളിലൂടെയാണ് RLDയെ NDAയിൽ തിരിച്ചെത്തിച്ചത്. ഉത്തർപ്രദേശിലെ 2 ലോക്സഭാ സീറ്റുകളും 1 രാജ്യസഭാ സീറ്റും RLDക്ക് നൽകാമെന്നാണ് ജയന്ത് ചൌധരിയുമായി BJP ഉണ്ടാക്കിയ ധാരണ.
കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിൽ 62 സീറ്റുകളാണ് BJP നേടിയത്. അയോധ്യ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതോടെ ഇക്കുറി പരമാവധി സീറ്റുകൾ സ്വന്തമാക്കാമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. ജാട്ട് മുസ്ലിം വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്ന പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ കർഷക സമരത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ SP RLD സഖ്യം തൂത്തുവാരാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് BJP RLDയെ അടർത്തിയെടുക്കുന്നത്. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വോട്ടർമാരുടെ കണക്കുകൾ പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 96.88 കോടി വോട്ടർമാരാണ് ഇത്തവണയുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 7.2 കോടി വോട്ടർമാർ കൂടി. 98,88,21,926 വോട്ടർമാരാണ് ഇക്കുറി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 6% വർധന. 49.7 കോടി പുരുഷ വോട്ടർമാരും 47.1 കോടി വനിതാ വോട്ടർമാരുമാണ് ഉള്ളത്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ 40,844 വോട്ടർമാർ. 18നും 19നും ഇടയിൽ പ്രായമുള്ള 1,84 ലക്ഷം വോട്ടർമാരുമുണ്ട്. 20നും 29നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾ മാത്രം 19 കോടിയിലേറെ. 80 വയസ്സു കഴിഞ്ഞ 1,85 ലക്ഷം വോട്ടർമാരുമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ വോട്ടെടുപ്പെന്നാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ കമ്മീഷൻ വിശേഷിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് വോട്ടർമാരുടെ കണക്കുകൾ പുറത്തുവിട്ടത്. 24 ഡൽഹി. കോൺഗ്രസിന്റെ സമരാഗ്നി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധയാത്രയായ സമരാഗ്നിക്ക് കാസർഗോഡ് തുടക്കമായി. KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ് യാത്ര നയിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പടിവാതിൽക്കലെത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അംഗം കുറിക്കുകയാണ് കോൺഗ്രസ്. രാഷ്ട്രീയ ക്യാമ്പയിനൊപ്പം പ്രവർത്തകരെയും അണികളെയും തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കുകയാണ് ലക്ഷ്യം. ദേശീയ തലത്തിൽ BJPക്ക് ബദൽ ശക്തി കോൺഗ്രസ് ആണെന്ന ക്യാമ്പയിൻ ഉയർത്തുമെങ്കിലും സംസ്ഥാന സർക്കാരിനെതിരായ രാഷ്ട്രീയ പ്രതിരോധം കൂടുതൽ ശക്തമാക്കുക തന്നെയാണ് പ്രധാന ലക്ഷ്യം. ന്യായമായ എല്ലാ പ്രശ്നങ്ങളിലും ഈ സർക്കാരിന്റെ കൂടെ എന്നും ഐക്യജനാധിപത്യം കൊണ്ടിട്ടുണ്ട്. പക്ഷേ ദൂർത്ത് നടത്താനും സ്വന്തക്കാർക്ക് വേണ്ടി ശമ്പളം കൊടുക്കാനും ഈ നാട് കൊള്ളയടിക്കാനുമുള്ള ലൈസൻസ് ഉണ്ടാക്കാനുള്ള ഏത് പരിപാടിക്കും UDF സഹകരണം തന്നിട്ടുണ്ടാവില്ല. അല്പം കൂടി കടന്ന് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ഉന്നമിട്ട് KPCC അധ്യക്ഷന്റെ പ്രതികരണം. സുരേഷുകാരന്റെ കുടുംബമാണ് പിണറായിയുടെ കുടുംബം. പക്ഷേ ഇന്ന് എക്സാലോജിക് കമ്പനിയുടെ MDയുടെ വീടാണ്, MDയുടെ കുടുംബമാണ് പിണറായി വിജയന്റെ കുടുംബം. ഒട്ടും മയപ്പെടുത്താതെ പ്രതിപക്ഷ നേതാവ് VD സതീശനും അഴിമതി കൊണ്ട്, കെടുകാര്യസ്ഥത കൊണ്ട്, ദൂർത്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തെ ഇല്ലാതാക്കിയ വരാനിരിക്കുന്ന തലമുറകളെ പോലും വലിയ വിപത്തിലേക്ക് തള്ളിവിടുന്ന ഈ ധിക്കാരികളുടെ ഈ സർക്കാരിനെതിരായി, കേരള സർക്കാരിനെതിരായി, അവർക്കെതിരായി നമ്മൾ സമർപ്പിക്കുന്ന കുറ്റപത്രം കൂടിയാണ് സമരാഗ്നി. ഡൽഹിയിലെ സമരത്തിലൂടെ ഇടതുപക്ഷമുണ്ടാക്കിയ രാഷ്ട്രീയ മുന്നേറ്റത്തെ മറികടക്കുക പ്രധാന ദൗത്യമാണ്. സംസ്ഥാന ഭരണത്തിന്റെ വീഴ്ചയാണെന്ന പ്രചാരണം യാത്രയിൽ കൂടുതൽ കടുപ്പിക്കും. KPCCയുടെ സമരാഗ്നി യാത്ര പുറപ്പെടുമ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എതിരാണ്. എന്നാൽ യാത്രയിൽ മുഴങ്ങിക്കേൾക്കുന്നത് സംസ്ഥാനത്തെ പിണറായി സർക്കാരിനെതിരായ അതിരൂക്ഷ വിമർശനമാണ് എന്നുള്ളതാണ് വസ്തുത. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ BJP അല്ല നിർണായക ശക്തി എന്നുള്ളത് തന്നെയാണ് KPCC യാത്രയിലെ പ്രസംഗങ്ങളും തെളിയിക്കുന്നത്. കാസർഗോഡ് നിന്നും ദീപക് ധർമ്മടം, 24. എക്സാലോജിക്കിനെതിരായ SFI അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് ഹൈക്കോടതിയിൽ പോകാൻ പാടില്ല എന്നുണ്ടോ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 2 കമ്പനികൾ തമ്മിലുള്ള പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. ഏതെങ്കിലും കേസിൽ ഇടപെടാൻ പാർട്ടിക്ക് താൽപര്യമില്ല. എന്നാൽ പിണറായി വിജയനെ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചാൽ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. അതെ, അവരെ അഭിപ്രായം അതാണ്. അവർ കോടതി പോയിക്കോട്ടെ, അതിനെന്താ ഞങ്ങൾക്ക്. ഞാനൊരു കാര്യം നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറയാം. ഇതിൽ യഥാർത്ഥ ഏതെങ്കിലും കേസിൻ്റെ അകത്ത് ഇടപെടാനൊന്നും പാർട്ടിക്ക് താല്പര്യമില്ല. അപ്പം നിങ്ങൾ രാഷ്ട്രീയമായിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ രാഷ്ട്രീയമായ കാര്യമാണ് ഞങ്ങൾ തുറന്ന് കാണിക്കുന്നത്. കമ്പനികൾ തമ്മിലുള്ള പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കേസും കേസിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റേയുടെ ഭാഗമായിട്ടുള്ള കോടതിയും ഒക്കെ കൈകാര്യം ചെയ്തതിന് ആർക്കാ തീർക്കേണ്ട കാര്യം? ഒരു പ്രശ്നത്തിൻ്റെ മേലെ ഒരു വിഭാഗം കോടതി പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ന്യായാന്യായങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യപ്പെടട്ടെ.
ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളത് നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും നേരിടുന്നതാണ്. പിണറായി വിജയനെ അതിൽ കൂട്ടിച്ചേർത്തതിനാണ് രാഷ്ട്രീയമായിട്ട് നേരിടുക. മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിയമപരമായിട്ട് നേരിടും. ഇത്രയേ പറഞ്ഞിട്ടേ അർത്ഥമുള്ളൂ. രാഷ്ട്രീയ പ്രതിരോധം നടത്തും. അതിനെ സംബന്ധിച്ചുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജന സ്ഥാനാർത്ഥി നിർണയ തിരക്കുകളിൽ സംസ്ഥാനത്തെ 3 മുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേണമോ എന്ന കാര്യത്തിൽ CPIL ചർച്ച തുടരുകയാണ്. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും അന്തിമമാകാൻ നാളെ LDFും CPIM സെക്രട്ടേറിയറ്റും ചേരും. ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യം ഭീഷണിയല്ലെന്ന് കെ സുധാകരൻ പറഞ്ഞു. യഥാസമയം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് ബിനോയ് വിശ്വവും വ്യക്തമാക്കി. ലോക്സഭ പിടിക്കാൻ 3 മുന്നണികളും കരുനീക്കം തുടങ്ങിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപേ സ്ഥാനാർത്ഥി നിർണയം നടത്തണോ എന്നതിൽ CPI ഉടൻ ധാരണയിലെത്തും. തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ചർച്ചകളാണ് നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിശ്ചിതമായ രീതിയുണ്ട്. ആ രീതി പ്രകാരം യഥാസമയത്ത് എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. നമ്മുടെ സ്ഥാനാർത്ഥിയെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്കണ്ഠകൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ആകാംക്ഷ കാണുന്നുണ്ട്. ഈ ആകാംക്ഷയും ഉത്കണ്ഠയും ഒന്നും ഉണ്ടാകണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി. അത് വളരെ വേഗം ഉണ്ടാകും. സീറ്റ് വിഭജനം അന്തിമമാക്കാൻ നാളെ LDF യോഗം ചേരുന്നുണ്ട്. കേരള കോൺഗ്രസ് രണ്ടാമതൊരു സീറ്റ് കൂടി ആവശ്യപ്പെടുമെങ്കിലും CPIM അംഗീകരിക്കില്ല. നിലവിലെ സീറ്റുകളുമായി മുന്നോട്ടു പോകും. ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യം UDFന് ഭീഷണിയല്ലെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും KPCC പ്രസിഡന്റ് കെ സുധാകരൻ 24നോട് പറഞ്ഞു. മുസ്ലിം ലീഗും ഞങ്ങളും തമ്മിൽ ഒരു തർക്കവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് പരിഹരിച്ചിട്ടുണ്ട്. പരിഹരിക്കാനുള്ള നല്ല മനസ്സ് ലീഗിനുണ്ട്, കോൺഗ്രസിനുണ്ട്. അതൊരു ഞങ്ങൾക്കൊരു ഭീഷണിയേ അല്ല. അതിനിടെ കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റിൽ ഒരെണ്ണം INTUCക്ക് നൽകണമെന്ന് രേഖാമൂലം പാർട്ടി അറിയിച്ചതായി R ചന്ദ്രശേഖരൻ പറഞ്ഞു. പാലക്കാടും ആലത്തൂരും സിറ്റിംഗ് MPമാർ തന്നെ മത്സരിക്കുമെന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പൻ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. വയനാട്ടിൽ വനം വകുപ്പ് വാച്ചർക്ക് നേരെ വന്യജീവിയുടെ ആക്രമണം. തോൽപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷന്റെ താൽക്കാലിക വാച്ചർ വെങ്കിട്ടദാസന്റെ തലയ്ക്ക് പരുക്കേറ്റു. ആക്രമിച്ചത് പുലിയാണെന്നാണ് സംശയം. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും. സുർജിത്ത്, ഈ അടുത്ത കാലത്തായി എന്നും റിപ്പോർട്ട് ചെയ്യുകയാണ് ഇത്തരത്തിൽ വന്യജീവി ആക്രമണം. നിലവിൽ ചികിത്സയിൽ കഴിയുന്ന ആളുടെ ആരോഗ്യനില എങ്ങനെയാണ്? പുലിയാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ? രാത്രി 8:45 അരണപ്പാറ ഭാഗത്ത് വെച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്രതീക്ഷിതമായി വന്യമൃഗത്തിന് മുന്നിൽ ഇദ്ദേഹം പെട്ടു എന്നുള്ളതാണ് അറിയുന്നത്. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ പരിധിയിലാണ് താൽക്കാലിക വാച്ചറായിട്ടുള്ള ഇദ്ദേഹത്തെ ആക്രമിച്ചത്. എന്തായാലും വെങ്കിട്ടദാസിനെ ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇത് പുലിയാണെന്നും കടുവയാണെന്നും എന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഇതെന്താണെന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചികിത്സ ലഭ്യമാക്കുന്നുണ്ട്. തുടർച്ചയായി ഈ മേഖലയിൽ കടുവയുടെയും പുലിയുടെയും എല്ലാം സാന്നിധ്യമുള്ള പ്രദേശമാണ്. സ്വാഭാവികമായും അത് ഏത് ജീവിയാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ വനംവകുപ്പും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. പ്രവിത. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. കേന്ദ്രത്തിനെതിരെ സത്യവാങ്മൂലം. കേരളം കടമെടുക്കുന്നത് കൊണ്ട് സമ്പദ് വ്യവസ്ഥ തകരുമെന്ന കേന്ദ്രവാദം ബാലിശമെന്ന് കേരളം. സാമ്പത്തിക പ്രതിസന്ധി വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ സംസ്ഥാനം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. രാജ്യത്തെ മൊത്തം കടത്തിന്റെ 1.7% മാത്രമാണ് കേരളത്തിന്റെ കടം എന്നാണ് സത്യവാങ്മൂലത്തിൽ ഉള്ളത്. കേരളം കടമെടുക്കുന്ന വിഷയത്തിൽ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ വിശദമായ കുറിപ്പ് നൽകിയിരുന്നു. ഈ കുറിപ്പിൽ പറയുന്നത് വസ്തുതാപരമായ വിവരങ്ങൾ അല്ലെന്ന് സമർത്ഥിക്കുന്നതാണ് കേരളത്തിന്റെ സത്യവാങ്മൂലം. രാജ്യത്തെ മൊത്തം കടത്തിന്റെ 60%-ഓളം കേന്ദ്ര സർക്കാരിന്റേതാണ്. മറ്റു സംസ്ഥാനങ്ങളുടെ കടത്തിന്റെ തോത് നോക്കിയാലും കേരളം ഏറ്റവും ഭേദപ്പെട്ട നിലയിൽ തുടരുന്നു. രാജ്യത്തിനുള്ള മൊത്തം കടത്തിന്റെ 1.75% മാത്രമാണ് കേരളത്തിന്റെ കടം. കേന്ദ്രത്തിന്റെ ധനമാനേജ്മെന്റിനെയും സംസ്ഥാനം സത്യവാങ്മൂലത്തിൽ വിമർശിക്കുന്നു. സങ്കുചിത താൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രത്തിന്റെ ആരോപണം. അമർത്യ സെൻ ഉൾപ്പെടെയുള്ള വിദഗ്ധർ കേരള മോഡലിനെ പ്രകീർത്തിച്ചതാണെന്നും സംസ്ഥാനം സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളുമായി കേരളത്തിന്റെ സാഹചര്യം വിലയിരുത്തുന്നതിനെയും സത്യവാങ്മൂലം ചോദ്യം ചെയ്യുന്നു. കേരളം സമർപ്പിച്ച സത്യവാങ്മൂലം കേന്ദ്രത്തിന്റെ കുറിപ്പിനൊപ്പം പരിഗണിക്കും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. കേരളത്തിന് അനുവദിച്ച വിഹിതത്തിന്റെ കണക്കുകൾ കേന്ദ്ര ധനമന്ത്രി രാജ്യസഭയിൽ അവതരിപ്പിച്ചപ്പോൾ LDF MPമാർ മിണ്ടാതിരുന്നത്
എന്തെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. സഭയിൽ വസ്തുതകൾ ചോദ്യം ചെയ്യാൻ തന്റെ ഇടം വേണം. ജന്തർ മന്ദറിൽ പറഞ്ഞത് സഭയിൽ പറയാത്തത് എന്തുകൊണ്ടാണെന്നും മന്ത്രി ചോദിച്ചു. സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് KN ബാലഗോപാലാണെന്നും വിമർശനം. വളരെ വ്യക്തമായിട്ട് ധനകാര്യമന്ത്രി പറഞ്ഞു, 2004 മുതൽ 2014 വരെ കോൺഗ്രസ് ഭരിച്ചിരുന്ന UPA ഭരിച്ചിരുന്ന കാലഘട്ടം, ഇടതുപക്ഷത്തിൻ്റെ കൂടി പിന്തുണയോടുകൂടി ഭരിച്ചിരുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ കിട്ടിയതിൻ്റെ എത്രയോ ഇരട്ടി തുക 2014 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ശ്രീമാൻ എളമരം കരീമും ശ്രീ ജോൺ ബ്രിട്ടാസും അടക്കമുള്ള ആൾക്കാർ ഈ മറുപടി പറയുമ്പോൾ രാജ്യസഭയിലുണ്ടായിരുന്നു. അവരൊരക്ഷരം മിണ്ടിയില്ല. അവരാകെ പറഞ്ഞത് ഗുജറാത്തിൻ്റെ കണക്കാണ് അവർ ചോദിച്ചത്. എഴുന്നേറ്റെന്ന് ചോദിച്ചത് ഗുജറാത്തിൻ്റെ കണക്കാണ്. കേരളത്തിന് കിട്ടിയത് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് സമരം ചെയ്ത ആളുകൾ അതേ ദിവസം തന്നെ ധനകാര്യമന്ത്രി ഈ കാര്യം വ്യക്തമാക്കിയപ്പോൾ അവർക്ക് ഒരു മറുപടിയും ഇന്നലെ പറയാനില്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ മിണ്ടാതിരുന്നത്. അടിമാലിയിൽ വീണ്ടും ക്ഷേമ പെൻഷൻ പ്രതിഷേധം. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഇടുക്കി അടിമാലിയിലെ വൃദ്ധ ദമ്പതികൾ നടത്തിയ പ്രതിഷേധം അവസാനിപ്പിച്ചു. എല്ലാ സഹായവും ചെയ്യാമെന്ന് CPIM നേതാക്കൾ അറിയിച്ചതോടെ ദയാവധത്തിന് തയ്യാർ എന്ന് എഴുതിയ ഫ്ലെക്സ് അഴിച്ചുമാറ്റി. എന്നാൽ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം വീണ്ടും നടത്തുമെന്നും ദമ്പതികൾ വ്യക്തമാക്കി. പെൻഷനു വേണ്ടി കുത്തിയിരുന്ന് സമരം ചെയ്താലും നൽകാൻ പണമില്ല എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ശാരീരിക വെല്ലുവിളി നേരിടുന്ന ഓമനയുടെയും ശിവദാസന്റെയും പെൻഷൻ കിട്ടാത്തതിനെതിരായ പ്രതിഷേധം ചർച്ചയായതോടെ CPIM നേതാക്കൾ അനുനയ നീക്കത്തിനെത്തി. 1.5 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ പ്രതിഷേധം അവസാനിപ്പിക്കാമെന്ന് വൃദ്ധ ദമ്പതികൾ സമ്മതിച്ചു. അവർ പറഞ്ഞത് മാസാമാസം പെൻഷൻ തരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ട്. അതുകൊണ്ട് സമരം ഞാൻ അവസാനിപ്പിക്കുക. കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്, അവർ നടത്തുമെന്നുള്ള ഉറപ്പും എനിക്കുണ്ട്. ഞങ്ങളുടെ കാര്യം എന്തുണ്ടെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ട് സഖാവ്. ദമ്പതികളുടെ പ്രതിഷേധത്തിനു പിന്നിൽ മറ്റാളുകൾ ഉണ്ടെന്നാണ് CPIM അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി P. അലക്സാണ്ടർ പറഞ്ഞത്. പെൻഷൻ കൃത്യമായിട്ട് മാസം കൊടുക്കാൻ ഗവൺമെൻറ് നടപടി ചെയ്യുന്നതിൻ്റെ ഭാഗമായി ബഡ്ജറ്റിൽ തന്നെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടും. ഇനി അതിൻ്റെ ഒരു കുറവുകൊണ്ട് ഇവർക്ക് ഒരു ബുദ്ധിമുട്ട് എന്ന് പറയില്ല. അത്തരം കാര്യങ്ങൾ വന്നാൽ ഞങ്ങൾ ഇടപെട്ട് സഹായിക്കും അവരെ തീർച്ചയായിട്ടും. അപ്പം ഏതെഴുതാൻ സാധ്യതയില്ല, ആരെങ്കിലും കാണും ഇതിൻ്റെ പുറയിൽ. പെൻഷന് വേണ്ടി കുത്തിയിരുന്ന് സമരം ചെയ്താലും നൽകാൻ പണമില്ലെന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. ദമ്പതികളുടെ പ്രതിഷേധ സമരത്തിന് പിന്നാലെ BJP ഭക്ഷ്യക്കിറ്റ് എത്തിച്ചു നൽകി. സർക്കാർ പെൻഷൻ നൽകുന്നതുവരെ 1600 രൂപ നൽകുമെന്ന് യൂത്ത് കോൺഗ്രസും പറഞ്ഞിരുന്നു. 24 ഇടുക്കി. ഭരിക്കാൻ നവാസ് ഷരീഫ്. പാകിസ്ഥാൻ പൊതുതെരഞ്ഞെടുപ്പിൽ വിജയം അവകാശപ്പെട്ട് നവാസ് ഷരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗും ഇമ്രാൻഖാന്റെ PTIയും വോട്ടെണ്ണൽ പൂർത്തിയാകും മുൻപേ നവാസ് ഷരീഫ് ആഹ്ലാദ പ്രകടനം തുടങ്ങി. എന്നാൽ റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ PTI ആണ് കൂടുതൽ സീറ്റുകളിൽ വിജയിച്ചിട്ടുള്ളത്. ഇന്നലെ ആരംഭിച്ച വോട്ടെണ്ണൽ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത്. 217 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണിയപ്പോൾ 88ഇടത്ത് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ PTIയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ജയിച്ചു. നവാസ് ഷരീഫിന്റെ PML 61 സീറ്റും ബിലാവൽ ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി 34 സീറ്റും നേടിയിട്ടുണ്ട്. പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിൽ 265 സീറ്റുകളിലേക്കാണ് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 134 സീറ്റ്. നവാസ് ഷരീഫ് പരാജയം സമ്മതിക്കണമെന്ന് PTI ആവശ്യപ്പെട്ടു. അതേസമയം PML ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയെന്ന് പ്രഖ്യാപിച്ച നവാസ് ഷരീഫ് സർക്കാർ രൂപീകരിക്കുമെന്ന സൂചനയും നൽകി. ലാഹോറിലാണ് അനുയായികളെ അഭിസംബോധന ചെയ്തത്. മുസ്ലിം ലീഗ് നൂൺ ഇസ് ദ ലാർജസ്റ്റ് സിംഗിൾ പാർട്ടി in the country today. सब पार्टियों के मैंडेट का एहतराम करते हैं, जिनको भी मैंडेट मिला है हम दिल की गहराइयों से एहतराम करते हैं, चाहे वो पार्टी है, चाहे वो फर्द वाहिद है, चाहे वो आजाद लोग हैं. ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നം നിഷേധിച്ചതിനാൽ പാർട്ടി അനുയായികൾ സ്വതന്ത്രരായാണ് മത്സരിച്ചത്.
സൈന്യം ഇടപെട്ടെന്ന് ആരോപിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത മുന്നേറ്റമാണ് PTI നടത്തിയത്. ആർക്കും കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ PML-N PPP സഖ്യ സർക്കാരിനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് 24. ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള പുന്നത്തൂർ കോട്ടയിൽ ആനകളെ മർദ്ദിച്ചതിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ആർക്കാണ് ആനക്കോട്ടയുടെ ചുമതലയെന്നും ആർക്കൊക്കെതിരെ നടപടിയെടുത്തെന്നും കോടതി ചോദിച്ചു. ചൊവ്വാഴ്ചയ്ക്കകം ദേവസ്വം സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ആനക്കോട്ടയിൽ പാപ്പാന്മാർ ആനകളെ മർദ്ദിക്കുന്ന ദൃശ്യം പുറത്തുവന്നതിന് പിന്നാലെ രൂക്ഷ പ്രതികരണവും കടുത്ത നടപടികളുമാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ആർക്കാണ് ആനക്കോട്ടയുടെ ചുമതലയെന്ന കോടതി ആരാഞ്ഞു. ആനകളെ മർദ്ദിച്ച സംഭവത്തിൽ ആർക്കെതിരെയൊക്കെ നടപടിയെടുത്തെന്നും കോടതി ചോദിച്ചു. എന്താണ് ആനക്കോട്ടയിൽ നടക്കുന്നതെന്ന് അറിവുണ്ടോ എന്നും ഗുരുവായൂർ ദേവസ്വത്തോട് കോടതി ചോദിച്ചു. ആനകളുടെ സംരക്ഷണം സംബന്ധിച്ച എല്ലാവിധ ഉത്തരവുകളും പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് കോടതി ദേവസ്വം ബോർഡിനോട് നിർദ്ദേശിച്ചു. ഇരുമ്പുതോട്ടി ഉപയോഗിക്കുന്ന പാപ്പാന്മാർക്കെതിരെ കർശന നടപടി വേണം. ആനക്കോട്ടയിൽ CCTV സ്ഥാപിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇതിനിടെ ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചതായും മന്ത്രി K. രാധാകൃഷ്ണൻ പ്രതികരിച്ചു. അതേസമയം ആനകൾക്ക് മർദ്ദനമേറ്റ സംഭവവും അതിന്മേൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നിവയുമടക്കം ചൊവ്വാഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. 24 കൊച്ചി. ഉത്സവകാലത്തെ നിയന്ത്രണമില്ലാത്ത ആന എഴുന്നള്ളത്തിനെതിരെ ഹൈക്കോടതി. ആനകളെ കൊണ്ടു നടക്കുന്നതിന് പിന്നിൽ ഇടനിലക്കാരാണെന്നും സാമ്പത്തിക ലാഭം മാത്രമാണ് ഇവർ നോക്കുന്നതെന്നും കോടതി വിമർശിച്ചു. അരിക്കൊമ്പൻ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ച കോടതി റേഡിയോ കോളർ വിവരങ്ങൾ കൈമാറാനും ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം പൊന്മുടിയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. 4-ാം വളവിൽ വൈകിട്ട് 5 മണിയോടെയാണ് 2 കാട്ടാനകൾ ഇറങ്ങിയത്. ആനകൾ റോഡിലേക്ക് ഇറങ്ങാത്തതിനാൽ ഗതാഗതത്തിന് തടസ്സമുണ്ടായില്ല. തിരുവനന്തപുരം കിളിമാനൂർ കനാറയിൽ കുറ്റിക്കാട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തട്ടത്തുമല സ്വദേശി സുരേഷാണ് മരിച്ചത്. കിളിമാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പുനയിൽ മാധ്യമപ്രവർത്തകൻ നിഖിൽ വാംഗ്ലെയ്ക്ക് നേരെ BJP പ്രവർത്തകരുടെ ആക്രമണം. നിഖിൽ വാംഗ്ലെ സഞ്ചരിച്ച വാഹനത്തിന്റെ ചില്ല് പ്രവർത്തകർ തകർത്തു. LK അദ്വാനിക്ക് ഭാരതരത്ന നൽകിയതിനെ നിഖിൽ വാംഗ്ലെ വിമർശിച്ചിരുന്നു. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ കലാപം രൂക്ഷം. മരണം 4ആയി. ഭൂമി കയ്യേറിയെന്നാരോപിച്ച് ഒരു വിഭാഗത്തിന്റെ ആരാധനാലയവും മതപഠന സ്ഥാപനവും പൊളിച്ചതിന് പിന്നാലെയാണ് കലാപം തുടങ്ങിയത്. അക്രമികളെ കണ്ടാലുടൻ വെടിവെക്കാനാണ് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉന്നതതല യോഗം ചേർന്നു. അനധികൃത നിർമ്മാണമെന്നാരോപിച്ച് ഒരു വിഭാഗത്തിന്റെ മതപഠനശാലയും ആരാധനാലയവും ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കിയതിനു പിന്നാലെയാണ് നൈനിറ്റാൾ ജില്ലയിലെ ഹൽദ്വാനിയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. 4 പേർ മരിച്ചു. പരിക്കേറ്റ 250ഓളം പേരിൽ 100 പേർ പോലീസുകാരാണ്. നിരവധി വാഹനങ്ങൾ അഗ്നിക്കിരയായി. സംഘർഷം കണക്കിലെടുത്ത് സ്കൂളുകൾ അടച്ചു. അക്രമികളെ കണ്ടാൽ ഉടൻ വെടിവെക്കാൻ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നിർദ്ദേശിച്ചു. അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് പോലീസിന് നൽകിയ നിർദ്ദേശം. ഉന്നതതല യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ മുഖ്യമന്ത്രി സമാധാനത്തിന് ആഹ്വാനം ചെയ്തു. ആസൂത്രിതമായാണ് അക്രമങ്ങൾ ഉണ്ടായതെന്നും അക്രമികൾ പോലീസുകാർക്ക് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞെന്നും ജില്ലാ മജിസ്ട്രേറ്റ് ആരോപിച്ചു. നിലവിൽ ഹൽദ്വാനിയിലെ സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്ന് പോലീസ് അറിയിച്ചു. കയ്യേറ്റം തിരിച്ചുപിടിക്കുന്നതിന്റെ ഭാഗമായാണ് പൊളിക്കൽ നടപടിയെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം. 24 ഡൽഹി. സീറോ മലബാർ സഭ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. തീർത്തും വ്യക്തിപരമായിരുന്നു കൂടിക്കാഴ്ചയെന്ന് റാഫേൽ തട്ടൽ പ്രതികരിച്ചു. മണിപ്പൂർ വിഷയം ചർച്ചയായില്ല. ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്ക അറിയിക്കാൻ CBCI നടപടി സ്വീകരിക്കും. തിരഞ്ഞെടുപ്പിലെ നിലപാടും CBCI ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടൽ പറഞ്ഞു. പ്രധാനമന്ത്രിയെ കണ്ടു. വളരെ കോർഡിയലായിട്ട് എന്നെ സ്വീകരിച്ചു. വളരെ ഹൃദ്യമായിട്ട് എന്നോട് സംസാരിക്കുകയും ചെയ്തു. പൊതുവെ ഹൃദ്യമായിട്ടുള്ള ഒരു സംഭാഷണം എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു അജണ്ടയെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കേണ്ടി വന്നുമില്ല. ഗവൺമെൻറ് നിങ്ങളോട് എന്നും പരിഗണന കാണിക്കുമെന്നും പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. സഭയ്ക്ക് ആശങ്കയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിലും ഈ ചർച്ചയിൽ അതൊന്നും തന്നെ ഞങ്ങളെടുത്ത്, കാരണം അങ്ങനെയുള്ളൊരു കോണ്ടെക്സ്റ്റിലല്ല ഞങ്ങളുടെ ഈ സന്ദർശനം. SFIO അന്വേഷണത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിച്ചേക്കും. കേസിൽ പാർട്ടിക്ക് താൽപര്യമില്ലെന്നും എന്നാൽ മുഖ്യമന്ത്രിയെ ഉന്നമിട്ടാൽ പ്രതിരോധിക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു.
കേന്ദ്ര സർക്കാരിനെയും SFIO ഡയറക്ടറെയും എതിർകക്ഷികളാക്കിയാണ് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. അന്വേഷണ സംഘം വീണ വിജയനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകുമെന്ന വാർത്തയ്ക്കിടെയാണ് സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി. ഹർജി ഇന്ന് പരിഗണിക്കുമെന്നായിരുന്നു സൂചന. എന്നാൽ ഇന്ന് ലിസ്റ്റ് ചെയ്തില്ല. തിങ്കളാഴ്ച ഹർജി പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. വീണയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ പാടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 2 കമ്പനികൾ തമ്മിലുള്ള പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. പിണറായി വിജയനെ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചാൽ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയാകുമെന്നും കേന്ദ്ര ഏജൻസി മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കറപ്ഷൻ ആക്ടും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടും ഈ 2 നിയമവും ഇതിൻ്റെ അകത്തുണ്ട്. ഈ 2 നിയമവും അതിൽ മുഖ്യമന്ത്രി കൂടി പ്രതിയാവും. കാരണം സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുടെ ബന്ധുവാണ് ഇയാൾ. അതുകൊണ്ടാണ് ഈ പൈസയുടെ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നതെന്ന്. പ്രധാനപ്പെട്ട സ്ഥാനത്ത് ആരായിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഇരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പ്രതിയാവും. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം. കേസിൽ അന്വേഷണം തടസ്സപ്പെടുത്താനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രമമെന്നും അതിനാണ് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. എക്സാലോജിക് വിഷയത്തിൽ പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിലും CPIM വിശദീകരണം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ജില്ലാതലങ്ങളിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കായി നടത്തിയ ശില്പശാലയിലാണ് വിശദീകരണം. 24 ബംഗളൂരു. വനം മന്ത്രി AK ശശീന്ദ്രൻ രാജിവെക്കണമെന്ന ആവശ്യവുമായി കേരളത്തിലെ NCP അജിത് പവാർ പക്ഷം ശരത് പവാറിനെ പിന്തുണയ്ക്കുന്ന MLA-മാർക്ക് നോട്ടീസ് നൽകുമെന്നും അജിത് പവാർ പക്ഷം നേതാവ് NA മുഹമ്മദ് കുട്ടി അറിയിച്ചു. രാജി ആവശ്യം മന്ത്രി AK ശശീന്ദ്രൻ തള്ളി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് നാഗാലാൻഡ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ബാധകമെന്ന് മന്ത്രി പറഞ്ഞു. അജിത് പവാർ പക്ഷത്തെ യഥാർത്ഥ NCP-യായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചതിനു പിന്നാലെയാണ് കേരളത്തിലെ ശരത് പവാർ അനുകൂലികൾക്ക് മുന്നറിയിപ്പ്. അജിത് പവാറിനൊപ്പം നിന്നില്ല എങ്കിൽ അയോഗ്യതാ നടപടി നേരിടേണ്ടി വരുമെന്ന് അജിത് പവാർ പക്ഷം നേതാവ് NA മുഹമ്മദ് കുട്ടി പറഞ്ഞു. കേരളത്തിൽ LDF-നൊപ്പം നിൽക്കാനുള്ള താൽപര്യവും അജിത് പവാർ പക്ഷം വ്യക്തമാക്കി. എന്നാൽ രാജി ആവശ്യം മന്ത്രി AK ശശീന്ദ്രൻ തള്ളി. NCP മാത്രമല്ല CPI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ദേശീയ അംഗീകാരം നഷ്ടപ്പെട്ടതായും ചിഹ്നം നഷ്ടപ്പെട്ടതായും പ്രഖ്യാപിച്ചിരുന്നു എന്ന വസ്തുത മനസ്സിലാക്കാത്തവരാണ് ഈ വക അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടക്കുന്നത്. LDF-ൽ തുടരാമെന്ന് അജിത് പവാർ പക്ഷം മനക്കോട്ട കെട്ടേണ്ട എന്നും മന്ത്രി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം അന്തിമമല്ലെന്നും നിയമ പോരാട്ടത്തിനൊപ്പം പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും നടത്തുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. 24 ഡൽഹി. തിരുവനന്തപുരത്ത് PSC പരീക്ഷയിൽ ആൾമാറാട്ടത്തിന് ശ്രമിച്ച കേസിൽ പ്രതികൾ കോടതിയിൽ കീഴടങ്ങി. നേമം സ്വദേശികളായ അഖിൽജിത്ത്, സഹോദരൻ അമൽജിത്ത് എന്നിവരാണ് വഞ്ചിയൂർ കോടതിയിൽ കീഴടങ്ങിയത്. ഇരുവരെയും റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് 2ാം ഘട്ട പരീക്ഷയിൽ ആൾമാറാട്ടത്തിന് ശ്രമം നടന്നത്. നേമം സ്വദേശി അമൽജിത്തിന് വേണ്ടി പരീക്ഷ എഴുതാനെത്തിയത് സഹോദരൻ അഖിൽജിത്ത്. ബയോമെട്രിക് പരിശോധനയിൽ പിടിക്കപ്പെടുമെന്നായതോടെ അഖിൽജിത്ത് ഇറങ്ങിയോടി. പുറത്ത് ബൈക്കുമായി കാത്തുനിന്ന ആൾക്കൊപ്പം രക്ഷപ്പെട്ടു. പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ അമൽജിത്തും അഖിൽജിത്തും ഒളിവിൽ പോയി. അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇരുവരും വഞ്ചിയൂർ കോടതിയിൽ കീഴടങ്ങിയത്. രണ്ടുപേരെയും കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അമൽജിത്തിനെയും അഖിൽജിത്തിനെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തേക്കും. ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് പ്രാഥമിക പരീക്ഷയിലും ആൾമാറാട്ടം നടന്നോ എന്ന് പരിശോധിക്കണമെന്ന് PSC പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. 24 തിരുവനന്തപുരം. കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ട റിയാസ് അബൂബക്കറിന് 10 വർഷം കഠിന തടവ്. കൊച്ചി NIA കോടതിയുടെ ഇതാണ് വിധി. വിവിധ വകുപ്പുകൾ പ്രകാരം 25 വർഷം കഠിന തടവുണ്ടെങ്കിലും ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. 1,25,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. UAPA 38, 39 പ്രകാരം 10 വർഷം വീതം കഠിന തടവും ഗൂഢാലോചനയ്ക്ക് 5 വർഷവുമാണ് കൊച്ചി NIA കോടതി ശിക്ഷ വിധിച്ചത്. ആകെ 25 വർഷം കഠിന തടവുണ്ടെങ്കിലും ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. 1,25,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. 4 വർഷം പ്രതി ജയിലിൽ കഴിഞ്ഞ കാലാവധി ശിക്ഷയിൽ ഇളവ് ചെയ്യും. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ റിയാസ് IS-ന്റെ കേരള ഘടകമുണ്ടാക്കി ചാവേർ സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ടെന്നായിരുന്നു കേസ്. പ്രതി സമൂഹത്തെ നശിപ്പിക്കാനാണ് ശ്രമിച്ചതെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഭീകര സംഘടനയായ IS-നു വേണ്ടി കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്ന കേസിൽ 2018 റിയാസ് അബൂബക്കർ NIA-യുടെ പിടിയിലായത്. ഇയാൾക്കെതിരെ ചുമത്തിയ UAPA വകുപ്പുകളും ഗൂഢാലോചനാ കുറ്റവും നേരത്തെ കോടതിയിൽ തെളിഞ്ഞിരുന്നു. റിയാസിനൊപ്പം പിടിയിലായ 2 പേരെ കേസിൽ NIA മാപ്പ് സാക്ഷി ആക്കുകയുണ്ടായി.
എസ് ശ്രീകാന്ത്, 24, കൊച്ചി. പുതിയ വൈദ്യുതി കണക്ഷനുകൾക്ക് ചെലവേറും. വൈദ്യുതി കണക്ഷന് അടയ്ക്കേണ്ട തുകയിൽ 10% വരെ വർധനയ്ക്ക് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അംഗീകാരം നൽകി. KSEBയുടെ 42 സേവനങ്ങൾക്കാണ് നിരക്ക് കൂട്ടാൻ അനുമതി നൽകിയത്. കാലാനുസൃതമായ വർധന മാത്രമാണ് വരുത്തിയതെന്ന് KSEB അറിയിച്ചു. ഡബിൾ ഹോഴ്സ് ഗോൾഡൻ ഗെറ്റവേ കൺസ്യൂമർ ഓഫറിന്റെ വിജയികളെ പ്രഖ്യാപിച്ചു. മലപ്പുറം പൊന്നാനി സ്വദേശികളായ ആരിഫ പിയും സൽമാനും ഗോൾഡൻ ഗെറ്റവേ മത്സരത്തിലെ അന്തിമ വിജയികളായി. ഇവർക്ക് സ്വിറ്റ്സർലൻഡിലേക്കുള്ള യാത്രയാണ് സമ്മാനം. പത്തനംതിട്ട സ്വദേശി ശ്രീജിത്ത് ആർ കുമാറും കോട്ടയം സ്വദേശി ഐജു റോജനുമാണ് സിംഗപ്പൂർ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യശാലികൾ. 36 പേർ സ്വർണ്ണ വൗച്ചറുകൾക്കും അർഹരായി. മഞ്ഞിരാസ് ഫുഡ് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് CEO ഗൗരവ് ദുബായ്, ഡയറക്ടർ ജോ രഞ്ജി, ഡബിൾ ഹോഴ്സ് ബ്രാൻഡ് അംബാസഡറുമായ മമത മോഹൻദാസ് എന്നിവർ ചേർന്ന് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഡബിൾ ഹോഴ്സ് GM സെയിൽസ് വിനോദ് കുമാർ, GM മാർക്കറ്റിംഗ് ശ്രീനാഥ് വിജയൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പുതിയ ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിച്ച LIC ഇൻടെക്സ് പ്ലസ് പ്ലാനാണ് അവതരിപ്പിച്ചത്. ഇൻഷുറൽ പരിരക്ഷയ്ക്ക് പുറമെ സമ്പാദ്യവും ഉറപ്പു നൽകുന്നതാണ് പ്ലാൻ. വാർഷിക പ്രീമിയത്തിന്റെ നിശ്ചിത ശതമാനം തുക പുതിയ യൂണിറ്റുകൾക്കായി നീക്കിവെക്കുകയും ചെയ്യും. പോളിസിയിൽ ചേരാനുള്ള കുറഞ്ഞ പ്രായം 90 ദിവസം. പരമാവധി പ്രായം പോളിസി തുക അനുസരിച്ച് 50 അല്ലെങ്കിൽ 60 വയസ്സ്. തുകയനുസരിച്ച് കാലാവധി പൂർത്തിയാകുമ്പോഴുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സും കൂടിയ പ്രായം 75 അല്ലെങ്കിൽ 85 വയസ്സായും നിജപ്പെടുത്തിയിട്ടുണ്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായി ഭാഗികമായി പിൻവലിക്കാനുമാകും. മലപ്പുറം കരുളായി നെടുങ്കയത്ത് സ്കൗട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പിനെത്തിയ 2 വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങി മരിച്ചു. കോട്ടയ്ക്കൽ കല്ലിങ്ങൽ പറമ്പ് MSM ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ഫാത്തിമ മുർഷിന, 6ാം ക്ലാസ് വിദ്യാർത്ഥി ഐഷ റുദ എന്നിവരാണ് മരിച്ചത്. കരിമ്പുഴയിൽ കുളിക്കുന്നതിനിടെ മുങ്ങിപ്പോയ കുട്ടികളെ നാട്ടുകാരാണ് പുറത്തെടുത്തത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു. മൃതദേഹം നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. സംഭവത്തിൽ വനമന്ത്രി AK ശശീന്ദ്രൻ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സപ്ലൈകോയെ കടുത്ത പ്രതിസന്ധിയിലാക്കി മറ്റു സംസ്ഥാനങ്ങളിലെ കർഷകരും മില്ലുടമകളും. കുടിശ്ശിക ലഭിക്കാതെ സപ്ലൈകോയ്ക്ക് ഇനി സാധനങ്ങൾ നൽകേണ്ട എന്നാണ് തീരുമാനം. കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് വിതരണക്കാർ ജനുവരി 29 നടന്ന ടെൻഡറും ബഹിഷ്കരിച്ചിരുന്നു. സപ്ലൈകോയിലെ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. സപ്ലൈകോയുടെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്നതാണ് മറ്റു സംസ്ഥാനങ്ങളിലെ കർഷക സംഘടനകളുടെയും മില്ലുടമകളുടെയും നിലപാട്. 800 കോടിയോളം രൂപ കുടിശ്ശിക വന്നതോടെയാണ് സപ്ലൈകോയ്ക്ക് ഇനി സാധനങ്ങൾ നൽകേണ്ടെന്ന കടുത്ത തീരുമാനം. ഇതോടെ സപ്ലൈകോയുടെ പ്രതിസന്ധി ഇരട്ടിയാകും. ആന്ധ്ര, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് നേരിട്ടാണ് വിതരണക്കാർ സാധനങ്ങൾ എത്തിക്കുന്നത്. കർഷകരും മില്ലുടമകളും കടുത്ത തീരുമാനമെടുത്തതോടെ കഴിഞ്ഞ ജനുവരി 29 നടന്ന ടെൻഡറിൽ വിതരണക്കാർ പങ്കെടുത്തില്ല. ഒരു കടയും അടച്ചുപൂട്ടിയിട്ടില്ലെന്നും പ്രയാസങ്ങൾ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി GR അനിൽ. സാമ്പത്തിക പ്രയാസങ്ങളുണ്ടെങ്കിലും ഒരു പൊതുമേഖലാ സംരംഭം എന്ന നിലയിൽ അതിലെ ജീവനക്കാർക്ക്, അത് ആശ്രയിക്കുന്ന ജനങ്ങൾക്ക് പ്രയാസകരമാകുന്ന ഒരു നിലപാടും സ്വീകരിക്കില്ല. ഒരു തൊഴിലാളിയെയും പിരിച്ചുവിട്ടിട്ടില്ല, ഒരു കടയും അടച്ചിട്ടില്ല. സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ 40-ലധികം സാധനങ്ങൾക്കും സപ്ലൈകോ ടെൻഡർ ക്ഷണിച്ചിരുന്നു. കുടിശ്ശികയുടെ പകുതിയെങ്കിലും ലഭിച്ചാൽ പങ്കെടുക്കുമെന്നാണ് വിതരണക്കാരുടെ നിലപാട്. ഓണക്കാലത്ത് തുടങ്ങിയ സാധനങ്ങളുടെ ക്ഷാമം ഇപ്പോഴും സപ്ലൈകോയിൽ തുടരുകയാണ്. 13 സബ്സിഡി സാധനങ്ങളിൽ ഒന്നുപോലുമില്ല. ഒട്ടുമിക്ക ഔട്ട്ലെറ്റുകളിലും ശബരി ഉൽപ്പന്നങ്ങൾ മാത്രമാണുള്ളത്. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു.